ഈ 7 പേരാണ് ഈ ലോകം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ 7 പേരാണ്, ഈ 7 ദൈവങ്ങൾ. അതായത് ശിവൻ, സൂര്യൻ, പാർവതി, പെൺദേവതകൾ. അതിൽ കറുത്തവാവയാണെങ്കിൽ കാളി. ഇത് 2 പേരും അതിൽ. അതിൻ്റെ കൂട്ടത്തിൽ എല്ലാ പെൺദേവതകളും അതിനകത്ത് വരും. അടുത്തത് വിഷ്ണു. ഇത് ചൊവ്വായാണെങ്കിൽ മുരുകൻ. ഇത് മിലിറ്ററി. ഇപ്പം ഇത് ഭരിക്കുന്ന നാട് ചീന, ഇത് ഈ പോലെയുള്ള നാടുകളിലെ കമ്മ്യൂണിസ്റ്റ് ഇതൊക്കെ അതെല്ലാം ചൊവ്വയുടെയാണ്. അപ്പോൾ ഇത് ചൊവ്വ, മിലിറ്ററി എല്ലാം ഇവരാണ്. അതിക്ക് അടുത്തത് ബുധൻ്റെ വിഷ്ണുവിൻ്റെ ഇതാണ്. ഒരു വ്യാഴം ബ്രഹ്മാവിൻ്റെ എല്ലാ സാന്നിധ്യങ്ങളും. എന്നിട്ട് അല്ല യഹോവ ഇതുപോലുള്ളത്. അതുപോലുള്ള ഇപ്പോൾ ഇത് എല്ലാം ഇതിൻ്റെ കൂട്ടത്തിലുള്ളതാണ്. അപ്പോൾ ഇതാണ് ഈ ലോകം ഭരിക്കുന്നത്. ഈ ലോകം ഭരിക്കുന്നതെന്ന് വെച്ചാൽ ഈ ലോകത്തിലെല്ലാം നടത്തുന്നത് ഇവരാണ്. ഇവരെ കൊണ്ടുവയ്ക്കുന്നത്. ശരി, ഇത് എന്തുകൊണ്ട് വെച്ചെന്ന് വെച്ചാൽ ഇത് ബൈബിളിൽ ചില ഒരു ഇതുണ്ട്. എങ്ങനെ വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ, കിഴക്കേ ഒരു ഏതെങ്കിലും തോട്ടം ഉണ്ടാക്കി അവിടെ കൊണ്ട് മനുഷ്യരെ വെച്ചെന്ന്. പക്ഷെ മനുഷ്യർ പാവം ചെയ്തതിന് ശേഷം ഇങ്ങനെ പാവം ചെയ്താൽ എന്ത് ചെയ്യും? മനുഷ്യരുടെ സ്വഭാവം മാറ്റണമെങ്കിൽ പറ്റത്തില്ല, സ്വഭാവം മാറ്റാൻ പറ്റത്തില്ല. പക്ഷെ മനുഷ്യൻ്റെ ബുദ്ധി മാറ്റാം, ഉപദേശം കൊടുത്ത് ട്രെയിനിങ് കൊടുത്ത് മാറ്റാം. പക്ഷെ അവൻ്റെ സ്വഭാവം മാറത്തില്ല. അവൻ്റെ ചീത്ത സ്വഭാവം എவ்வளவு വലിയ മാസ്റ്റർ ആയാലും എவ்வளவு വലിയ പുണ്യനായാലും ചിലപ്പോൾ അവൻ്റെ സ്വഭാവമല്ലേ അത് ദുഷ്ട സ്വഭാവമായിരിക്കും. ഇത് മാറ്റത്തേ ഇല്ല. കാരണം ഇത് പാവമാണ്. ഇവർ ഈ പഴം കഴിച്ചതിന് ശേഷം പുറത്ത് കൊണ്ട് വിട്ടേച്ച് തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന ജ്വാല, വീശുന്ന തീ ജ്വാല പോലുള്ള ഇത് അവിടെ വെച്ച്, എന്നാൽ കെരുവുകളെയും അവിടെ വെച്ച് തടസ്സത്തിന് വെച്ച് ഇവന് ഇനി ഈ ജീവന് പോയി ജീവവൃക്ഷത്തിൻ്റെ ഫലം പറിച്ച് അവൻ തിന്നാതിരിക്കേണ്ടതിന് ഇതേ വെച്ച് ഇതാണത്, ഈ ശാസ്ത്രത്തിനെ വെച്ച്. അപ്പോൾ ഈ ശാസ്ത്രത്തിനെ വെച്ച് ഇത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവനെ ഫിൽട്ടർ ചെയ്ത് അവിടെ കിഴക്കല്ലേ വീണ്ടും പിടിച്ചുകൊണ്ട് നടത്തും. ഇനി ഒരു അവകാശം കൊടുക്കും, നീ ഒരു വട്ടം കൂടെ പാന്ന്. ഇതിൻ്റെ എല്ലാം ആരുടെ കയ്യിൽ പോയി? ഇവരുടെ കയ്യിൽ പോയി. ഇവർ 7 പേരല്ലേ, ഒരു 7 പേരുടെ കയ്യിൽ അത് കൊടുത്ത് ഈ നക്ഷത്രത്തിൻ്റെ കയ്യിൽ ഇത് കൊടുത്ത് മാനത്തിൽ നിന്ന് രാത്രി മുഴുവൻ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് ഇതാണ്. എല്ലാവരും നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എങ്ങോട്ടും പോകാൻ പറ്റത്തില്ല. ഇവർ വിടുവാണെങ്കിൽ അവർ പിടിക്കും, അവർ വിടുവാണെങ്കിൽ ഇവർ പിടിക്കും. ഇവിടെ ഇങ്ങനെ മാറി പിടിക്കും. ഇവർ എന്ത് ചെയ്യുന്നെന്ന് വെച്ചാൽ നമ്മളെ നന്നാക്കാൻ വേണ്ടിയാണോ വച്ചിരിക്കുന്നത്? ഇല്ല, നമ്മളെ കൊല്ലാൻ വേണ്ടി. അവർ പറഞ്ഞിട്ടുണ്ട് എങ്ങനെ കൊല്ലണം? ഇവർ വീണ്ടും ചെന്ന് ആ ജീവവൃക്ഷത്തിൻ്റെ ഫലം എടുത്ത് തിന്നാതിരിക്കണം. തിന്നാൽ അവർ ജീവനോട് ഇരിക്കും, അതുകൊണ്ട് തിന്നാതിരിക്കണം. അപ്പം ഇത് കാവൽ വെച്ച് തിന്നാതിരിക്കണം. അപ്പം ദൈവം തന്നെ ഒരു മാർഗം ഉണ്ടാക്കി കൊടുത്തു. ഇതിൽ 12 മാർഗങ്ങളുണ്ട് നമ്മളിതിനെ രക്ഷപ്പെടാൻ. അതിലൊന്ന് യോഗമാർഗമാണ് ഇതിലെ ഏറ്റവും വലിയ മാർഗം. എന്ന് വെച്ചാൽ മൂലം എന്ന് ഒരു നാളുണ്ട്. മൂലാധാരം, സ്വാധിഷ്ഠാനം, മഹം മണിപ്പൂരകം, തിരുവാതിര അനാഹതം, അശ്വതി ഉണ്ട്, അത് വിശുദ്ധി. അത് കഴിഞ്ഞിട്ട് ശബയമുണ്ട്, അത് ആജ്ഞ. അത് കഴിഞ്ഞിട്ട് ശിരസാരം, അത് പറയില്ല അഭിജിത്ത്. ഇങ്ങനെ. അപ്പോൾ ഇവർക്ക് ഇതുപോലെ ഈ ആളുകളിൽ ഇവർ ജനിച്ചവരോ ഇതിനകത്ത് ഗുരുവോ ശനിയോ ഉണ്ടായാൽ ഇവർ ഈ യോഗമാർഗത്തിൽ മാത്രം പോകണം. ഇവർ പ്രാക്ടീസ് ചെയ്ത് അവസാനം ആസ്ട്രൽ ബോഡി ട്രാവൽ എന്ന് പറയുന്നത്. ആസ്ട്രൽ ബോഡി ട്രാവൽ എന്ന് വെച്ചാൽ നമ്മൾ ഈ ശരീരം വിട്ട് പുറത്ത് പോവും വരും. ഇവിടെ തന്നെ ഇരിക്കും. നമ്മുടെ ശരീരം ഇവിടെ തന്നെ ഉണ്ടാവും. പക്ഷേ അവരുടെ ആത്മാവ് പോയി ചുറ്റിക്കറങ്ങി വരും. അവർ മരിക്കുന്നതിന് മുമ്പ് ഈ ലോകത്തെ വിട്ട് എങ്ങനെ പോകണം എല്ലാം പഠിക്കും. ഈ ആത്മാവിനെ കൊണ്ട് പഠിക്കും. ഇതൊരു വഴിയാണ്. ഇനി ഒരെണ്ണമുണ്ട്, അതെന്നാൽ ജീവസമാധി എന്ന് പറയും. അവർ മാസ്റ്റർ നല്ലതുപോലെ ഈ ലോകമെല്ലാം അവർ അറിഞ്ഞിട്ട് എല്ലാം കണ്ടുപിടിച്ച് എല്ലാം അനുഭവിച്ച് തീർത്തിട്ട് അവരുടെ സ്വഭാവം മാറി ജ്ഞാനം എല്ലാം കെട്ടിക്കഴിഞ്ഞിട്ട് അവർ ജീവസമാധാവും. ഇതൊരു മാർഗം. അതുപോലെ ഇത് മാത്രമല്ല, ഇപ്പം മീനരാശിനെ എടുത്തിട്ടാൽ അതിനകത്ത് ശനിയുണ്ട്, അതിനകത്ത് ഗുരുവുണ്ട്, അതിനകത്ത് ബുധനുണ്ട്. ബുധൻ വിഷ്ണു, ഗുരു ബ്രഹ്മ, ശനി യഹോവ, അതിനകത്ത് ശുക്രൻ അല്ല, അതിനകത്ത് വരുന്നത് ഈ കേതുവിന് 5 മാർഗമുണ്ട്. ഇങ്ങനെ ഈ രാശി മോക്ഷരാശി ആണെങ്കിൽ ഈ എല്ലാവരും ഇവിടെ തന്നെ പോവുക, സ്വർഗത്തിൽ പോവുക. എല്ലാവരും അതിന് പ്രിപ്പയർ ആയി പോവുക. ഒരാൾ ഞാൻ മാത്രം പോവും മറ്റവർ വരത്തില്ല എന്ന് പറയാൻ അവിടെ ഇല്ല. എല്ലാവരും പോവും. അവിടെ ശുക്രനുണ്ട്, അവിടെ ശനിയുണ്ട്, അവിടെ ബുധനുണ്ട്, എല്ലാവരും ഉണ്ട്. മരണം ഉണ്ടാവും എല്ലാവർക്കും.
എല്ലാവർക്കും മരണം എന്ന് വെച്ചാൽ ഈ കോൺഷ്യസിന് മരണം ഇല്ലെന്നാണ്. പക്ഷെ ഈ ശരീരത്തിന് മരണം ഉണ്ടാവും. ഇത് ഒരു പരിധി വരെ ജീവിക്കാൻ പറ്റത്തുള്ളൂ. ഇതിന് ഒരു 120 വർഷം ഇതിന് കൊടുത്തിരിക്കുകയാണ്. മൊത്തത്തിൽ 120 വർഷം പോകത്തില്ല. എങ്ങനെയെന്ന് വെച്ചാൽ അതിൻ്റെ ഇടയ്ക്ക് 3 മരണം കൊടുത്തിരിക്കുകയാണ്. 3 മോക്ഷം എന്ന് പറയും. കടകരാശി ഒരു മോക്ഷരാശി, കർക്കടകം. വൃശ്ചികം ഒരു മോക്ഷരാശി, അതിനടുത്ത് മീനം ഒരു മോക്ഷരാശി. കർക്കിടകം ഈ മോക്ഷരാശിയാണെങ്കിൽ ശരീരത്തിന് സംബന്ധിച്ച മോക്ഷമാണ് അതിന് കിട്ടുന്നത്. അടുത്തത് വൃശ്ചികത്തിനുള്ളത് ജീവന്റെ മോക്ഷമാണ് അതിന് കിട്ടുന്നത്, ജീവന്റെ മോക്ഷം. അത് കഴിഞ്ഞിട്ട് മീനത്തിൽ കിട്ടുന്നത് സ്പിരിറ്റിന്റെ മോക്ഷം. ഈ 3 മോക്ഷവും ആർക്ക് ഒന്നിച്ച് കിട്ടുന്നുണ്ടോ അവർ ഇനി വരത്തില്ല. അപ്പോൾ അവർ അങ്ങനെ കിട്ടണമെങ്കിൽ ശരീരത്തിലാണെങ്കിൽ ഈ ലോകത്തിലുള്ള എല്ലാ രാഷ്ട്രീയവും അറിയണം, ഇവിടെ നിയമങ്ങൾ അറിയണം.